ബ്രഹ്മണേ നമോ നമ. പാലാഴിമഥനം. പണ്ടൊരു ദിനം ദിവ്യഭാരത കണ്ടെത്തിയും കണ്ടാനന്ദിച്ചു കളിച്ചെങ്ങൂ സഞ്ചരിച്ചിടും വിദ്യാധരികൾ. ദുർവാസാവാമഞ്ജിത തപോധനം കണ്ടു വന്ദിച്ച നേരം സർവാശാവിമോഹനകര സൗരഭ്യത്തോടും ദിവ്യമായൊരു മലർമാലയും നൽകിയിടിനാൻ. മാലയെ കൈക്കൊണ്ടവർക്ക് ആശീർവാദവും ചെയ്തു. കാലാരി കലാഭൂതൻ താൻ അയച്ചവരെല്ലാം പോയളവകമേ ചിന്തിച്ചിതെത്രയും. ദിവ്യമായ മാലയെ ധരിച്ചാനന്ദിപ്പതിനിപ്പോൾ ഞാനൊരു തപോധനൻ. ഇന്നതിനയോഗ്യനീ മാനസാലോകത്തിങ്കലാരുചിതന്മാരുള്ളൂ. മാധവൻ താനോ മഹാദേവനോ വിരിഞ്ചനോ സാദരം ദേവേന്ദ്രാദിദിപ്പാലവീരന്മാരോ മോദേന ധരിപ്പതിനാളായ പുരുഷന്മാർ. ആദിനായകൻ ജഗൽപാലകൻ നാരായണൻ മാധവൻ തനിക്കു നൽകിയിടിനാൽ പ്രസാദിക്കും. ആധാരം ജഗന്മയൻ താനല്ലോ നമുക്കെല്ലാം. നാഥനു തന്നെ നൽകിയിടേണവൻ ഉറച്ചവൻ ചേതസാ പുനരത കൂടവേ വിചാരിച്ചാൻ. കാമതൻ കാമശീലൻ കാമിനിമാരാം രമാഭൂമിമാർക്കാകന്ത ഖണ്ഡിച്ചു താൻ നൽകിയിടുവോൻ. താമര സാക്ഷനു നൽകിയിടരുതെന്നാകയാൽ സോമശേഖരനു നൽകിയിടുവൻ വൈകാതെ ഞാൻ. കാമനാശനു താനെടുത്തഴകിലോടാമോദാൽ ചൂടി പ്രസാദിക്കുമെന്നോർക്കുന്നവൻ കൂടവേ വിചാരിച്ചാൻ. ഏടലർ ശരാരാതി വാടാതെ മലർമാല താൻ എടുത്തിടും നേരം മാമലമകൾ മണിതന്നിൽ മേവേടും ദേവി. കാമദാഹത്തിൻ പ്രതികാരമായല്ലോ മുന്നം പാതിമേയി പകുപ്പിച്ചുകൊണ്ടിതങ്ങതു ഭർത്താൽ. പാതിപാതയും പകുത്തിടാതെ അടങ്ങുമോ കേവലമതു ചിന്തിച്ചാരുടൻ മലർമാല ചൂതബാണാരിക്കു നൽകിയിടരുതല്ലോ പാർത്താൽ. ദാതാവു തനിക്കു നൽകിയിടിനാൽ എന്തായി വരും. വേദാവു തിരുമുടി നിഖിലെ ചൂടിയിടുവോൻ. കേടേതും വരുത്താതെ മാലയെ ചൂടിയിടുവോൻ. ഈടിടും ദിക്പാലകന്മാരിൽ ആരിനി നല്ലു. ദേവേന്ദ്രൻ തനിക്ക് നൽകിയിടാമെന്ന് ഓർക്കുന്നവനാ വിർമോദേന ചിന്തിച്ചിടിനാൻ സംഗ്രന്ഥനും. താൻ അറിഞ്ഞിതു ദുർവാസാവു തന്നെ ചിന്തിച്ചത്. ആനതൻ കഴുത്തിലേറിയിടിനാൻ പുരന്തരൻ. വേഗേന മഹാമുനി തന്നുടെ മുമ്പിൽ ചെന്ന ആഗമാന്തജ്ഞൻ തന്നെ വീണടി വണങ്ങിനാൻ. നന്ദിച്ചു നാൽക്കൊമ്പനും വന്ദിച്ചു സുരേന്ദ്രനും. നിന്നതു കണ്ട് ദുർവാസാവു താൻ പ്രസന്നനായി വാനവർ ഓനായിക്കൊണ്ട് മാലയും നൽകിയിടിനാൻ. സാനന്ദം തൊഴുതു വാങ്ങിയിടിനാൻ മഹേന്ദ്രനോ. കേടേതും വരുത്താതെ മാല ഇന്നിത് ധരിച്ചിടുവാൻ ഭവാനൊരു ഞാരുമില്ലെന്നോർത്തു ഞാൻ. പാരാതെ വരുത്തി നൽകിയിടുവാൻ അവകാശം നേരെ നീ ധരിച്ചുകൊണ്ട് ആനന്ദിച്ചാലും സഖേ. പോയാലും സുഖമാകെന്ന് ആശീർവാദവും ചെയ്തു. മായമെന്നെ തെളിഞ്ഞയച്ചാൻ മുനീന്ദ്രനും. പാകാരിദാനം മാല കൈക്കൊണ്ടു സമ്മാനിച്ചു. വേഗേന മുനീന്ദ്രനെ വന്ദിച്ചു നടകൊണ്ടാൽ മാമുനിയുടെ മുമ്പിൽ നിന്നകന്നുടൻ മുതിർന്നാമോദവശം കരീന്ദ്രോപരി വിളങ്ങിന. മാല ഇന്നതി ദിവ്യമെന്ന് അറിഞ്ഞത് നിജമൗലവും ചേർപ്പതിനുള്ളിലാശയാ പുനരപ്പോൾ. ഹസ്തീന്ദ്രവും ബന്ധുന്തു മധ്യേ മാലയും വെച്ച് സ്വസ്ഥനായി ഖജഭാരമഴിച്ചു കുടഞ്ഞുടൻ. ഹസ്താഗ്രനകലികരങ്ങളാൽ ചിന്തിച്ചേകി സത്വരംബരിചാക്കി വർദ്ധിക്കുന്നളവിങ്കൽ. കൽപ്പകമതു തെണ്ടും ഷഡ്പദധികരങ്ങൾ പുഷ്പസൗഗന്ധ്യം പാർത്തും അത്തരായി ഭരിബ്രഹ്മാൽ വന്നടുത്തു. ഷഡ്ജങ്ങളും പാടി നിന്നു സംഭ്രമിച്ചൊരു ആരാവപൂരത്തോടും. കണ്ണുകൾ കർണങ്ങളും വക്രവും കൂടിയിടുന്ന ഉപദ്രവമെന്നായ കരീന്ദ്രനും. മസ്തക മധ്യത്തിങ്കൽ നിന്നെടുത്തുടൻ മാല വൃത്തിയിലിട്ട് ചവിട്ടിയിടിനാൻ കരിവരൻ. പെട്ട
പെട്ടെന്നങ്ങതുകൊണ്ട് ജെട്ടിനാൻ മഹേന്ദ്രനും. ചുഷ്ടനായി അത് കണ്ട് ചൊല്ലിനാൻ ദുർവാസാവും, വൃത്താരെ തവ വൃത്തം എത്രയും വിധം ചിത്രം ചിത്രം. ഞാൻ ഓർത്തിയിലധിക സ്മലനല്ലോ ഭവാൻ. ചിത്തമോഹനകരമായ സുസ്രജം ധരിച്ചു അത്യന്തം ആനന്ദിപ്പാൻ നല്ലതു നീ എന്നോർത്തേൻ. വ്യർത്ഥമായി ചമഞ്ഞിതു ധിക്കരിക്കയാലുടൻ അത്ര നിർജ്ജരന്മാരും നീയും നിൻ പൗലോമിയും വൃദ്ധതയോടു ജരാനര പൂണ്ടിരിക്ക പോന്ന് ഉദ്ധത വിരൂപികളായി ചമഞ്ഞ് എന്നീ വണ്ണം ശാപവും അരുൾ ചെയ്തു. കോപേന മുനിവരൻ വേപതു ശരീരനായങ്ങെഴുന്നള്ളും നേരം താപമാർന്ന ഐരാവതത്തിന്മേൽ നിന്നിഴിഞ്ഞു. സർവാപരാധവും ക്ഷമിക്കേണമെന്നർത്ഥിച്ചുടൻ താണടി തൊഴുതു വന്ദിച്ചത് സഗദ്ഗതവാണികളാലെ ഭക്ത്യാഭീതനായി ഉണർത്തിച്ചാൻ. ഞാനറിഞ്ഞൊരു ദോഷം ചെയ്തതില്ലതിശയം ആനന്ദിച്ചഴകൂടു ചൂടുവാൻ കജഭാരം പാരാതെ കുടഞ്ഞു നേർവരുത്തിക്കൊള്ളുവാൻ കരിവീരമസ്തകമധ്യേ വെച്ചിരുന്ന് അതിലൂടെ മോഹനകരമായ സൗരഭ്യം മൂലം തിരഞ്ഞാകന്ത മധുകരവാദങ്ങൾ ഒരുതരം പാടി വന്നൊരുമിച്ചു മൂടി മൂടിയിടുമ്പോഴും ഏറിന വേഗാൽ കരിവീരനങ്ങനെ ചെയ്താൻ. പാപിയാം മമദോഷമല്ലിതു മഹാമുനേ, താപം തീർത്തനുഗ്രഹിക്കണമേ ദയാനിധേ. ദേവേന്ദ്രൻ തൊഴുതു വന്ദിച്ചു ദുർവാസാവിനോട് ഈ വണ്ണം അപേക്ഷിച്ചു ദീനനായി നിൽക്കും നേരം മെല്ലവേ രോഷം ശമിച്ചുള്ള അകം തെളിഞ്ഞ് അതികല്യാണാലയനായ താപസേന്ദ്രനും അപ്പോൾ ചൊല്ലിടാൻ, അഹോ നിനക്കില്ല അപരാധമെങ്കിൽ അല്ലൽ തീർന്നിനി മേലിൽ നല്ലത് വരും ദൃഢം. ചൊല്ലഴും പാലാടിവുക്കുള്ള അമൃതത്തെ എടുത്തെല്ലാരും കൂടി നുകർന്നിടുവിൻ മടിയാതെ. വല്ലാതെ ജരാനര തീർന്നു മംഗലം ചേർന്ന് നല്ല യൗവനയുക്തരായി വരും. എന്നാൽ പിന്നെ വല്ലാതെ രോഗങ്ങളും മൃത്യുവും അകപ്പെടാ. നല്ലതേ വരൂ മേലിൽ ഇല്ല സംശയമേതൂ. ശാപമോക്ഷത്തെ തെളിഞ്ഞീ വണ്ണം മുനീന്ദ്രനും കോപം അങ്ങടക്കി നൽകിയിടിനോരളവപ്പോൾ കൂടവേ തൊഴുതു ദേവേന്ദ്രനും മുനീന്ദ്രനോടൂടെഴും വിചാരവേഗേന താൻ ചോദ്യം ചെയ്താൻ. ശാപാനുഗ്രഹശക്തനാകിയ ഭവാനുടെ ശാപാനുഗ്രഹത്തിനു നേരെ വന്നകപ്പെടും പീയൂഷമെന്നോർത്തിരുന്നിടുകയൊഴിഞ്ഞെന്തകോ ആയാസവശാലെന്നാൽ കർത്തവ്യമാകുന്നതോ. നേരെ നിന്തിരുവടി താനുടൻ അരുളി ചെയ്ത ആരൂഢ സന്ദേഹത്തെ തീർക്കണം ദയാനിധേ. താപസനരുൾ ചെയ്താനന്നേരം അതിന്നിനി താപമെന്നിയെ നിങ്ങൾ ഉദ്യോഗിച്ചിടും നേരം താനേ വന്നെത്തും അവകാശങ്ങളെല്ലാറ്റിനു. ദീനങ്ങൾ ലോകങ്ങൾക്കു തീർന്നു നല്ലതു വരും സാധിക്കാം ഭവാനു വേണ്ടും വണ്ണമെല്ലാം എന്നങ്ങ് ആദി തീർന്നനുഗ്രഹിച്ചയച്ചാൻ മുനീന്ദ്രനും. ദേവേന്ദ്രൻ ജരാനരം കൊണ്ട് വൃദ്ധതയോടു ദേവലോകം പ്രാപിച്ചു തത്സമന്മാരായി വേവും ദേവകളോടു ശാപാനുഗ്രഹാദികളെല്ലാം ആവോളം പരിതപ്ത ചെയ്ത ചൊല്ലിടിനാൻ. വൃത്താന്തമെല്ലാം കേട്ടു വൃദ്ധരായി മേവും സുരസപ്തമെന്നൊരുമിച്ചു ചിന്തിച്ചാൽ ആരിനി നമ്മാൽ കർത്തവ്യം ഇവിടെ എന്തൊന്നത് നേരം പുനരുത്താരിൽ തോന്നി പരമേഷ്ടിയോട് അവസ്ഥകൾ സത്വരഞ്ജനം ഉണർത്തിക്ക വേണ്ടുവതെന്ന അത്യരം വൃദ്ധശ്രവാന്യന്മാർ മന്ത്രിണാസമം സത്യലോകം പ്രാപിച്ചു. വിശ്വകർത്താരൻ കൂപ്പി സ്തുത്വാ നിന്നിടും നേരം പ്രത്യക്ഷരായി നിന്നിടും നിർജ്ജര ശ്രേഷ്ഠൻ താനും സജരന്മാരായി മേവും നിർജ്ജരന്മാരെ കണ്ട് സജ്ജരാത്മനാ ചൊന്നാൻ, എന്തടോ സുരന്മാരെ നിങ്ങളും വലാരിയും അന്തരാവൃദ്ധരായി വന്നതിന് അവകാശം സമ്പ്രതി നമ്മോട് അറിയിക്ക എന്നതു കേട്ടങ്ങുമ്പർ കൊണ്ട് ഉണർത്തിച്ച. എങ്കിലോ ഭവാൻ കേൾക്ക ദുർവാസാവിങ്ങു നൽകിയ മലർമാല കീഴിട്ടുടൻ ചവിട്ടിയിടിനങ്കരിവരൻ
നോക്കിക്കണ്ട അതിനേവം വൃദ്ധരായി ചമകെന്തു വായ്ക്ക് ഉൾക്കോപത്തോടെ ശപിച്ചാൻ മുനീന്ദ്രനും. പാൽക്കടൽ കടഞ്ഞ് അമൃതെടുത്തു സേവിക്കുന്ന മോക്ഷവും ശാപത്തിനുണ്ടെന്നരുൾ ചെയ്തിടിനാൻ. സാധ്യമല്ലെന്നുണർത്തിച്ചൊഴിഞ്ഞടിയങ്ങൾക്ക് ആർത്തി തീർത്ത് അനുഗ്രഹിക്കണമേ ദയാനിധേ. സങ്കടം സംഗ്രന്ഥനൻ ഇങ്ങനെ തൊടുകുടൻ പങ്കജോദ്ധവനോടങ്ങുണർത്തിച്ചിടും നേരം ശങ്കരൻ തന്നോടുണർത്തിച്ചൊഴിഞ്ഞിവിടെ സങ്കടം തീർപ്പാൻ എഴുതല്ലെന്ന് വിരിഞ്ചനും മുൻപിലും മങ്ങാറങ്ങിടുന്നുള്ളിനാൻ അമരകൾ അൻപോട് സുരേന്ദ്രനുമായി ഉടൻ നടകൊണ്ട് ജംഭാരിതാനും വിഭുതന്മാരും ഋഷികളും അംബോജാസനനുമായി കൈലാസാചലത്തിങ്കൾ ശങ്കരൻ തന്നെ ചെന്ന് കണ്ട് കൈകൂപ്പി സ്തുതിച്ച് അങ്കുരാതങ്കമുണർത്തിച്ചു കേട്ടതു നേരം പങ്കജശരാരിയും ദേവകൾക്കുണ്ടായി വന്ന സങ്കടം തീരെ കടാക്ഷിച്ചുകൊണ്ട് അരുൾ ചെയ്താൻ. പോകണം പാലാഴി ബുക്കംബുജനാഭൻ തന്നോട് ആകുലമുണർത്തിപ്പാനല്ലാതെ മറ്റാരാലും ലോകങ്ങൾക്കുണ്ടായി വന്ന സങ്കടങ്ങളെ തീർപ്പാൻ ആകുന്നതല്ലെന്നതേ ലോകസമ്മതം നൂന്ന. പണ്ടും ഈ ജഗത്തിങ്കൽ അന്നൊന്നു വലുതായിട്ടുണ്ടായി വന്നിടും മഹാസങ്കടങ്ങളെ തീർപ്പാൻ കൊണ്ടൽ നേർവർണ്ണനൊഴിഞ്ഞ ആരുമില്ലിനിയും വൈകുണ്ഠനോട് ഉണർത്തിക്ക വേണം ഇന്നിപ്പോഴെത്തു. വേഗേന ഗിരിസുത തന്നോട് കൂടി ചേർന്നു ഭോഗശായിനം കാണുവാൻ ഞാൻ കൂടെ പോന്നിടുവൻ. വാരണവദനനും ബാഹുലേയനും ഇങ്ങെ പോരുവിൻ ഭൂതങ്ങളുമായൊരുമിച്ചു ശീഘ്രം. മാരാരി മഹേശ്വരൻ താനേവ അരുൾ ചെയ്തു. പാരാതെ വൃഷവരവാഹനൻ ഉമാവരൻ സാരദ സനകാദി മാമുനീന്ദ്രന്മാർ ചുഴന്ന് ആരണമയ പ്രവനങ്ങളും നല്ലിടിനാ. ഗീർവാണ സമൂഹവും ഇന്ദ്രനും വിരിഞ്ചനും ഭൂപാണാരിയും നാനാ താപസവരന്മാരും വേഗേന ചെന്ന് വൈകുണ്ഠാലയം പ്രാപിച്ചുകൊണ്ട് ആഗമകാതലായ നാഥ പാദാരവിന്ദം ധ്യാനിച്ചു കൂപ്പിത്തൊഴുതു ആനന്ദ പരവശ മാനസ ശുദ്ധ പുകഴ്ത്തിയിടിനാരതിഭക്ത്യ. നിത്യനിർമ്മല നിഗമാന്ത സാരാർത്ഥ പ്രഭോ സത്യസൽപദ സദാം സത്തമാ സച്ചിന്മയ സത്താമാത്രക സമസ്താത്മക ചരാചര സത്വചിൽക്കന സർവാചാര്യാദേ നമോ നമഃ. വിശ്വകാരണ വിശ്വരൂപ വിശ്വാത്മാശ്രയ വിശ്വയോഗേശ വിശ്വബീജ വിശ്വൈകാത്മക വിശ്വമംഗല വിശ്വഭിന്നൈക വിശ്വംബര വിശ്വസംഹാര പ്രണവാത്മനേ നമോ നമഃ. നിഷ്ക്രിയ നിഷ്കിഞ്ചന നിസ്പൃഹ നിരാകൃതേ നിഷ്കളാനന്ദാത്മാ നിഷ്കാരണ നിഷ്പാദക നിഷ്കള നിരാശ്രയ നിർവദ നിർവൃത നിരാമയ നിഷ്കാര്യ നിഗമവേദ്യാത്മക നമോ നമഃ. പത്മലോചന പത്മനാഭ ലോകാനന്ദഗൃൽ പത്മസംസ്ഥിത പത്മബാണാരി നിഷേവിത പത്മപാദാബ്ജാനന പത്മസുന്ദരസ്മിത പത്മജാഹൃദയ ധൈര്യാപക നമോ നമഃ. മാധവ മധുരിപൂ മായാവല്ലഭ ഹരേ സാധുപാലന സകലാധാര സർവാത്മക. നീ ഒഴിഞ്ഞൊരു ഗതിയിൽ ഒരു നാളും ജഗത്കാര്യകാരണ പരമാത്മനെ നമോ നമഃ. കാമദ കാമാകൃതേ കാമകാരണ സകലാമോദകര നീലനീരതകളേബര പീതവാസസാം പത്മനാഭ
കൗസ്തുഭഗ്രീവ പ്രീതിത ചതുർഭുജാലങ്കൃത നമോ നമ സാരസവിലോചന മുകുണ്ടല മകര സച്ചാരു ബിംബിത ഗണ്ഡമണ്ഡല മൃദുസ്മിത കേശവ കിരീട സൂര്യായുധാമലപ്രഭാ ശ്രീശ നിർമ്മലപദാനന്ദായ നമോ നമ. നിന്തിരുവടിയൊഴിഞ്ഞാരിക ജഗത്രേ സന്താപം ഒഴിച്ചു രക്ഷിപ്പതു ജഗൽപദേ സന്തതം സദാം ചിത്താന്തസ്ഥിത ചിന്താമണേ സന്തോഷ സന്താനമേ നമസ്തുതേ. ഇത്തരം വിധി ഹരേന്ദ്രാദികൾ നമസ്കരിച്ചത്രയും ഭക്ത്യാകൂപ്പി സ്തുതിക്കും വിധൗനാഥൻ ഭക്തവത്സലൻ യോഗനിദ്രി ഉണർന്നുടൻ ഉൾക്കനിവിയെന്നു സന്തുഷ്ടനായി കടാക്ഷിച്ചാൻ മുഗ്ധഹാസേന മുകുന്ദേക്ഷണം അലർനിര ശ്രദ്ധരന്മാരും പ്രസാദിച്ചു നിന്ന് അതുനേരം സൃഷ്ടാവ് വിനാഗിയുമായ അടുത്ത അവസ്ഥകൾ ഇഷ്ടതൻ തന്നോടുണർത്തിച്ചു സകലവും വർത്തമാനങ്ങളെല്ലാം ഉൾത്താരിൽ ജഗത്തായ ചിദ്രൂവൻ അറിഞ്ഞിരിക്കുന്നതെന്നിരിക്കലും മുൽപ്പാടൊന്നറിഞ്ഞതല്ലിൽ പൂവിലെന്നുള്ളയിടം കൽപ്പിച്ചു കഷ്ടം കഷ്ടം എന്നരുൾ ചെയ്തിടേനാൻ. വിശ്വേശന്മാരും തമ്മിൽ അന്യോന്യം നോക്കി ചിരിച്ചുൾച്ചേർന്ന് ആശ്ലേഷിച്ചളവൊന്നിച്ചു ഗുണത്രയ തൽക്ഷണം അത് കണ്ടുണ്ടായ സംഭ്രമാൽ സഹസ്രാക്ഷനും ദേവാന്വയ പങ്ക്തിയും മുനികളും വിസ്മയമതീവണ്ണം പണ്ടു കണ്ടിട്ടില്ലെന്ന് വിസ്മയം ഇതീവണ്ണം പണ്ട് കണ്ടിട്ടില്ലെന്ന് വിസ്മൃതന്മാരായി ചമഞ്ഞിടിനാരെല്ലാവരും. രക്തകൃഷ്ണ ശ്വേതാഭാകാര വിസ്ഫുരദ്രുപ വിഗ്രഹമായ വിസ്താരോച്ഛൃത ഗാംഭീര്യങ്ങൾ നിശ്ചയിക്കരുതാതെ കണ്ടുകൊണ്ടതയോടു നിശ്ചല ഹൃദയന്മാരായി പരവശ ഭക്ത്യാ ദക്ഷിണേതരപൂർവ പശ്ചിമോന്നത അച്യുത ദിഗ്ഭ്രമം കലർന്നെങ്ങും നിന്നുകൊണ്ട് അനേകത ഭക്തി പൂണ്ടൊക്കെ സ്തുതിച്ചിടിനാർ ഓരോ വിധവും ഇക്ഷിതി ചക്രേ നമസ്കൃത്യ ചൊന്നാകും വണ്ണം. പത്മാക്ഷ പത്മാസന പത്മബാണാരേ ഹരേ പത്മാരികലാധര പത്മയോനീശാച്യുത പത്മസംഭവ പത്മമന്ദിര മനോഹര പത്മബാന്ധവതനയാന്തക നമോ നമ. വിശ്വസൃഗ്വിശ്വംബര വിശ്വസംഹാരാജിത വിശ്വവിഗ്രഹ വേദ്യ വിശ്വമംഗലാകൃതേ വിശ്വസന്താപഹര കാരണ പരാപര വിശ്വാത്മത്രിവർണ്ണ സദ്ഭാവേഭ്യസ്തേഭ്യോ നമ. നിങ്ങൾ മൂവരും ഗുണത്രതയ ഭാവം കലർന്നിന്നിഹ ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുവാൻ വന്നു തോന്നിന ഭവാന്മാരുടൻ ഒരുമിച്ചു നിന്ന കാരണം ഞങ്ങൾക്കുള്ള സങ്കടമെല്ലാം തീരുവാനുള്ളതായത് ഇന്നിനി വേണ്ടും കാര്യം നേരേതൽ തത്തൽ ഭാവം ചേർന്ന് അരുൾ ചെയ്യണമേ. പാരാത മുഹുരത ആരുള്ളിൽ അന്ധത പൂണ്ടി പാരിതിൽ ഉഴൽവതേ ഞങ്ങളാലുള്ളൂ നിത്യം മാരാരെ മുരഹരാംബൂജ സംഭവത്രയാകാര വിഗ്രഹ പരബ്രഹ്മ നിർമ്മല സ്വയം ഭേദവർണ്ണങ്ങൾ ഒന്നായി നിന്ന മംഗലപ്രദ വേദ ചിന്മയ സകലാത്മേഭ്യസ്തേഭ്യോ നമ. ഇങ്ങനെ ദേവേന്ദ്രാദ്യന്മാരാകും ദേവന്മാരാൽ ഗ്രാഹ്യമില്ലാതുള്ള ഒരു ഭഗവത് രൂപമഹോ വണ്ണവും ഉയരവും ആഴവും വിസ്താരവും നിർണയിക്കരുതാതൊരേക തേജസാ സ്വയം സംഭ്രമിച്ചെങ്ങും നിന്ന് കണ്ടുടൻ നമസ്കരിച്ചമ്പരൻ ഓരോ വിധം വാഴ്ത്തി നിന്നിടുന്നേരം കണ്ടിതു ഹരിവിരിഞ്ചാന്തകാന്തകന്മാരെ കണ്ടിരിക്കവേ വേറായുധനുക്ഷണാൽ സന്തോഷിച്ചത് മുഴുതമ്പോട് മൂർത്തിത്രയം അന്തികെ നമസ്കരിച്ചിടുന്നാരിന്ദ്രാദികൾ സംഭാവിച്ചത് മുഴുതന്യോന്യം ത്രിമൂർത്തികൾ ജംഭാരി തന്നോട് അരുൾ ചെയ്തിതു നാരായണൻ എന്തടോ ജരാനരതിരുവാൻ തുലോവള് നന്ദർമോദേനയൂയം പീയൂഷം നുകർന്നാകിൽ അതിനു പാലാഴിയെ മതിപ്പാൻ ഇവിടെ നിന്ന് അധുനാ വേണ്ടും ഉപകരണങ്ങളെയെല്ലാം പരിചോടുപകരിച്ചിടുവാൻ ശ്രമിക്കണം. പാരായാമസുരരെ നിരത്തി ചമയ്ക്കേണം. മന്ദരഗിരീന്ദ്രനെ വാസുകി തന്നെ കൊണ്ട് മന്ദമെന്നിയെ ബന്ധിച്ചു ഓഷധീർ ദുഗ്ധാംബുതി തന്നിലിട്ടുടനു വിവരഞ്ചിച്ചു. ദേവാസുരവൃന്ദങ്ങൾ അഹീന്ദ്രവാൾ തലകൾ കൈക്കൊണ്ടുടൻ സംഭ്രമമൊഴിഞ്ഞുകൊണ്ടൻ പൂടമതിക്കുമ്പോൾ സംഭവിച്ച
വരിച്ചിടും സുത എന്നതിനിന്നിപ്പോൾ മുമ്പിനാൽ അസുരകളോടുടൻ നിരക്കണം അൻപോടെ ഗിരിവരൻ തന്നെയും വരുത്തണം വാസുകിതാനും വന്നിടേണമെങ്കിതിനെല്ലാം ചേതസ പരിശ്രമിക്കുന്നത് ആരിതുകാലം മാരാരേ വരിക കൽപ്പിച്ചതെന്തെന്നീ വണ്ണം പാരാത നാരായണൻ താൻ അരുൾ ചെയ്യുന്നേരം കാലാരിതൈതേയന്മാരോടുടൻ ഒരുമിപ്പാൻ കാലം വൈകാതെ തുടങ്ങിയിടുകെന്നരുൾ ചെയ്താൻ മാധവൻ താനും മൃദുഹാസം പൂണ്ട് അതിമൃദു മാധുര്യാക്ഷരവാച സാദരമരുൾ ചെയ്തു പൂർവ്വവൈരങ്ങളെല്ലാം ഉൾക്കാമ്പിൽ മറന്നിനി പൂർവ്വദേവന്മാരോടു ദേവകൾ നിരക്കണം കേവലം കാര്യസിദ്ധിക്കായിക്കൊണ്ടു ശത്രുക്കളെ സേവിക്കുന്നതും സർവലോക സമ്മതം തന്നെ ഹാനിയില്ലതുകൊണ്ടിങ്ങേതുമേ വിദൈതേയന്മാർ മാനസമൊരുമിച്ചു സന്ധിച്ച് ഈ ക്രിയ ചെയ്താൽ ക്ലേശമേ പുനരവർക്കുള്ളിത് ഫലം നമുക്കാശു സിദ്ധിപ്പാൻ ഛിദ്രം ചിന്തിച്ചു വൈകിക്കേണ്ട പോകുന്നതാരിന്ന സുരൗകത്തെ വരുത്തുവാനാകുന്നതല്ലോ സന്ധിപ്പാൻ എന്നു കേൾക്കായപ്പോൾ നിന്തിരുവടിയും മാരാരിയും വിരിഞ്ചനും ചിന്തിച്ചു കൽപ്പിക്കുന്നതൊക്കവേ ഞങ്ങൾക്കെല്ലാം സന്തതം അനുമതമെന്നു ദേവേന്ദ്രാദികൾ സന്തുഷ്ടന്മാരായ ഐക്യമത്യേ സമ്മതം ചെയ്താർ അന്നേരം നാരായണൻ തന്നുടെ ഭൃത്യന്മാരെ ചെന്ന് അസുരരെ കൂട്ടിക്കൊണ്ടിങ്ങി പോന്നിടുവാൻ നന്നായ അൻപൂടരുൾ ചെയ്തുടൻ അയച്ചവര് ഒന്നിച്ചു ഭൃഗു ശിഷ്യന്മാരുടെ സഭയെങ്കിൽ ചെന്നുടൻ മഹാബലി തന്നോടങ്ങരുൾ ചെയ്തു വണ്ണമുള്ള അവസ്ഥകൾ ഒന്നൊഴിയാ ഹരേ രാമ ചെന്നുടൻ മഹാബലി തന്നോടങ്ങരുൾ ചെയ്ത വണ്ണമുള്ള അവസ്ഥകൾ ഒന്നൊഴിയാതെ ചൊന്നാൻ വൃത്താന്തം അത് കേട്ടു ഭർഷിച്ചു ധനുജന്മാർ ഉത്തമ ഉത്തമ പുരുഷ ഭൃത്യന്മാരോട് നേരം സത്വരം ഉര ചെയ്താൻ ഇന്നിപ്പോൾ ഇതിനേത് മുൾത്താലും നിരൂപിച്ചാൽ മറ്റുള്ള കുശലങ്ങൾ ഞങ്ങളോ പണ്ടേതിലോ നിന്ദ്യന്മാർ അവർ തനിക്കങ്ങു വന്ന ഒരുമിപ്പാൻ എങ്ങനെ ചൊന്നിടുന്നു പോയാലും ഭവാന്മാരങ്ങ് ആരുമില്ലിതിൽ കൂടെ പായുന്നോരിപ്പോഴിത് ചിന്തിച്ചു വൈകിക്കേണ്ട മായമെന്നിയെ ദൈത്യന്മാരേവം ചൊല്ലിക്കിട്ടുമായ പുരുഷ ഭൃത്യന്മാർ അതിവേഗത്തോടെ പാലാഴി തന്നിൽ ചെന്നു കാലാരി വിധീന്ദ്രന്മാരാൽ അനുവേലം നിഷേധാംഗ്രി പങ്കജത്തിങ്കൽ വീണുടൻ നമസ്കരിച്ചങ്ങസുറുകൾ ചെന്ന വാണികളെല്ലാം ഉണർത്തിച്ചത് കേട്ടു നേരം മന്ദഹാസവും കലർന്നു ഇന്ദിരാവരൻ സുരവൃന്ദമാകിനീതരൻ തന്മുഖം പർത്തിയിടിനാൻ ചന്ദ്രചൂടനും അതിനെന്തിനി കഴിവെന്നങ്ങ് ഇന്ദ്രസോദരനെയും സംഭാവിച്ചനുക്ഷണം തന്നരികത്തു നിൽക്കും ഭൂതത്തെ വിളിച്ചങ്ങ് ചെന്ന് അസുരരെ കൊണ്ടുപോരുകന്നരുൾ ചെയ്താൻ ഭൂതവും തൊഴുതനുവാദം കൊണ്ടതിശയ വാദവേഗേന ചെന്നു ദാനവസഭ പുക്കാൻ മോദേന ശിവഭൂതം ചെന്നു നിന്നത് കണ്ടു സാദരം ചോദിച്ചു കേട്ടിടനാരവസ്ഥകൾ തൽക്ഷണം അതു കേട്ടു വൈകാതെ ധനുജന്മാർ ദക്ഷാര് തന്നെ കൺമാനായി കൊണ്ടു പുറപ്പെട്ടാർ ശക്തി പട്ടസ പരശിഷ്ടികൾ വിൽ വാൾ ശൂലം മുൾത്തടി മുസല പ്രാസാദികൾ നിജ നിജ ശസ്ത്രങ്ങളെടുത്തുകൊണ്ടുദ്ധതന്മാരാം ധനുപുത്രന്മാരൊക്കെ ചെന്ന് മൃത്യുശാസനവാദം നത്വാ ദേവകളുടെ കേടുകണ്ട് അഹംഭാവിച്ചു അത്യന്തം നിമൃത്തഹങ്കരിച്ചാരാകും വണ്ണം കൈ കൊട്ടിച്ചിരിച്ചാർത്തു വർഷിച്ചു കൂടിയിടിനാർ കൈടഭാരിയെ മറുപുറമിട്ട സൂയയാ ദാനവന്മാരെ കണ്ടു ദാനവാരിയും ബഹുദാമാനഭാവേന വാണാനാനന്ദ സമന്വിതം കൂടവേ ഗിരീന്ദ്രനെ കൊണ്ടിങ്ങി പോന്നിടുവാൻ കൂടിയ ഭൂതങ്ങൾ പോകെന്ന് അയച്ചവരെല്ലാം മന്ദരഗിരിവരൻ തന്നുടെ മഹിമ കണ്ടിന്നിതു നമ്മാലെടുക്കാവതല്ലെന്നോർത്തവർ ചെന്നു മാമലയെടുത്തുവേ എടുത്തൊട്ടേടമുടൻ കൊണ്ടുവന്നവരിട്ടും കളഞ്ഞ് ആകുലന്മാരായപ്പോൾ പന്നകപരനായ ശേഷനെ നിയോഗിച്ചാൻ പന്നകശയനൻ അന്നേരം അങ്ങനന്ദനും ചെന്നെടുത്ത് അജലേന്ദ്രൻ തന്നെ തൻപടങ്ങളിൽ ഒന്നിന്മേലൊരു കടു പ്രായേണ തിരിച്ചവൻ വന്നു മാധവചരണാന്തികെ വെച്ചിടിനാൻ വന്ദിച്ചു ഫണീന്ദ്രനും നന്ദിച്ചു മരുവിനാൻ വാസുകി തന്നെ ചെന്നുകൊണ്ടിങ്ങി പോന്നിടുവാൻ വാസവാനുജവാഹനാകിയ താക്ഷൻ തന്നെ പോകേണമെന്ന് കൽപ്പിച്ചു അവൻ അങ്ങോട്ടും ചെന്നു നാഗേന്ദ്രൻ തന്നെ കണ്ട് സംഭ്രമിച്ചിഴിഞ്ഞപ്പോൾ ചൊല്ലിനാൻ എനിക്കൊരു ഭീതി കൂടാതെ വണ്ണം മെല്ലവേ എടുത്ത് എന്നെ കൊണ്ടുപോയി കൊള്ളുക എന്നവൻ ചൊല്ലിടും ഖഗേന്ദ്രനും ചെന്നവൻ തനിക്കേതുമല്ല എന്നിയെ കൊത്തിക്കൊണ്ട് അനന്താന്തത്തോളം പൊങ്ങിനോരളവ് അവൻ തന്നുടൽ അവനീലങ്ങുയർന്നിതല്ലേറ്റം പിന്നെയും കാണായി വന്നു എങ്ങനെ ഞാൻ എന്നിവൻ തന്നെയും എടുത്തു കൊണ്ടുപോകുന്നവാർ എന്നിങ്ങനെ ചിന്തിച്ചവൻ പിന്നെയും കിഴഞ്ഞു ഭൂമണ്ഡലം തന്നിൽ വെച്ചു
കിന്നതയൊഴിച്ച് 7-8-9 മടക്കാക്കി ചേർത്തു ബന്ധിച്ചു കെട്ടിക്കൊണ്ടവൻ ഉയർന്നിട്ടും ധാത്രിയിൽ എത്ര കിടക്കുന്നതാ നാഗേന്ദ്രൻ താൻ പേർത്തിഴഞ്ഞവനുടൽ ഭൂമിയിൽ കിടന്നേടം തീർത്തെഴും നിജപാദഗാത്രകന്ധരങ്ങളിൽ വേഷ്ടിച്ചു കൊണ്ടങ്ങനന്താന്തേ പൊങ്ങിയിടുമ്പോൾ കൊട്ടിൽ പൂണ്ടവൻ കിടക്കുന്നതങ്ങേറും ദൂനം സാധ്യമല്ലെനിക്കുവൻ തന്നെ കൊണ്ടങ്ങു പോവാൻ ആദ്യന്തമില്ലാതവൻ അനന്തനിവനത്രേ പൊയ്ക്കൊള്ളുവാൻ ഇനി എന്തു നല്ലതെന്നോർത്തോർത്തവൻ ആഗ്രഹിച്ചേവം പരിവേഷ്ടിച്ചതകറ്റുവാൻ കോപ്പിട്ട് പരിശ്രമിച്ച ആലസ്യത്തോടെ മോഹിച്ച് ആത്മബോധവും വിട്ടു ഭൂമിയിൽ കിടക്കുമ്പോൾ ചുറ്റെല്ലാം അഴിച്ചു മുന്നം കിടന്നതുപോലെ തെറ്റുന്ന തൽസ്ഥാനം പ്രാപിച്ചാൻ അങ്ങഹീന്ദ്രനും ചിക്കനീ കണ്ണും മിഴിച്ചുടന്നു പക്ഷീന്ദ്രനും തൽക്ഷണം നിജ സ്വാമിതൻ പദം വണങ്ങിനാൻ കൽക്കഥാം നിശമ്യഭൂതേശൻ ഈശ്വരൻ പരൻ മുക്കണ്ണൻ നിജകരം കൊണ്ട് താൻ വിളിക്കുമ്പോൾ താക്ഷനാൽ തന്നെ എടുക്കാവതല്ലാഞ്ഞിട്ടത്രേ സാക്ഷാൽ ഈശ്വരൻ വിളിക്കുന്നതെന്ന് ഓർത്തിട്ടവൻ കോട്ടൽ തീർന്നവൻ നിവർന്ന് അൻപോട് മഹേശ്വരൻ കാട്ടിയ കരുതണ്ടേ കങ്കണ പ്രമാണവൽ ശീക്രമങ്ങുടൻ പരിവേഷ്ടിച്ച അനർദ്ധാകാരം പാൽക്കടൽ മദനത്തിനുള്ളത് ഈ വണ്ണമെല്ലാം കൊപ്പുകൾ ഒരുമിച്ച് കൂട്ടിനൊരളവ് സർവാത്മാവാം നാരായണൻ താൻ അരുൾ ചെയ്തിടിനാൻ കേൾപ്പിൻ ഇന്ദ്രാദികളും ദാനവന്മാരും വേണ്ടും താൽപര്യകാരണത്തിനായി കൊണ്ട് ഉത്സാഹിച്ചാലും ഗോത്രാധീശനെ ചേർത്തൊപ്പിച്ചങ്ങ് അഹീന്ദ്രനെ കൊണ്ടു വാർദിയിൽ വെച്ചു ബന്ധിച്ചാസ്തയാമതിക്കണം വൈകരുതിനി എന്നു കേട്ടു അസുരകൾ തമ്മോട് ഐക്യമത്യത്തോടൊരുമിച്ചു ദേവകളെല്ലാം മന്ദരഗിരീന്ദ്രനെ വാസുകി തന്നെ കൊണ്ടു മന്ദമന്യെ ബന്ധിച്ച് ആഴിയിലാക്കി ദ്രുതം നിന്നളവ് അമരകൾ തമ്മയും കൂട്ടിക്കൊണ്ടു ചെന്ന് വാസുകിയുടെ തലയ്ക്കൽ കൂടി നാഥൻ പന്നകശയനൻ അന്നേരം ദാനവന്മാരും ഒന്നിച്ചു വിചാരിച്ചു കൽപ്പിച്ചു ചൊല്ലിടിനാൻ നന്നിതു നിങ്ങൾ ഞങ്ങൾക്ക് പുച്ഛം തിരിച്ചിന്നിങ്ങു തന്നതിതു ഞങ്ങൾ തീണ്ടുകയില്ല നിർണയം ധിക്കാരങ്ങൾ ഇങ്ങനെ തുടങ്ങിയാലൊന്നിനും പാത്രമല്ലി കണ്ടവരാരും നൂനം മന്ദഹാസവും കലർന്നു ഇന്ദിരാവരൻ വരൻ ഇന്ദ്രാദി ദേവന്മാരോടന്നേരം അരുൾ ചെയ്താൻ നിങ്ങൾ പോയി പുച്ഛം പിടിച്ചിടുവിൻ മതിപ്പതിന് ഇങ്ങു വന്ന അസുരകൾ പിടിപ്പിൻ തല തന്നെ ഒന്നിനും വൈഷമ്യമുണ്ടാകരുത് ഉപകരിക്കുന്ന നോക്കിക്കാൺമിൻ ചെന്നാലും മടിക്കേണ്ട എന്നു കേട്ടങ്ങു ചെന്തു ദേവകൾ പുച്ഛത്തിൽ നിന്നളവസുരകൾ തലയ്ക്കൽ കൂടിയിടിനാർ സന്തോഷിച്ചഹങ്കരിച്ചങ്ങനെ ധനുജന്മാരന്തരാ തിമിർത്താർത്തു തുടങ്ങി മദനവും ദേവകൾ വലിച്ചുകൊണ്ട് അയച്ചു കൊടുക്കുകയും ദേവാരിജനം കൊടുത്തയച്ചു കൈക്കൊള്ളുകയും കേവലം അഴിച്ചുലച്ചേറെ സംഭ്രമിപ്പിച്ചു ദാവതിപ്പിച്ചു അങ്ങോടിങ്ങോടും പലവിധം ഭൂതരമലപ്പിച്ചു മതിച്ചു നിൽക്കും നേരം ഭൂതരങ്ങളും ആകാശാന്തവും പാതാളവും പാരമായി വിറച്ചിളകിയിടുമാറൊരു തരം കൊരനാദവും വളർന്നിടിനോരളവിങ്കൽ വാസുകി തന്നെ ബന്ധിച്ചീടിന ബന്ധം വിട്ടങ്ങ് ആധാരമൊഴിഞ്ഞ് അജലാധിപൻ മന്ദമന്ദം താണുപോവത് കണ്ടു ദീനരായ മരരും നാനാലോകരും പരാധീന മാനസന്മാരായി നല്ലതെന്തിതിനെന്നങ്ങെല്ലാരും ഉഴന്നൊന്നു വല്ലാതെ പരിഭ്രമിച്ചുള്ളടൽ കലർന്നയ്യോ കഷ്ടം ആഹന്ത കഷ്ടം എന്തിന്നിപ്പോൾ അകപ്പെട്ടതീ വണ്ണം നമുക്കെന്ന് അമരേന്ദ്രൻ താനും നിർജ്ജരന്മാരും മുനീന്ദ്രന്മാരും വിപ്രന്മാരും സജ്ജനങ്ങളൂ നാനാലോകരും ദിവിഭുവി നിൽക്കുന്ന മഹത്തുക്കൾ തുമ്പുരു പ്രമുഖന്മാരൊക്കവേ പരിഭ്രമിച്ചെത്രയും വിഷണ്ണരായി കൃഷ്ണ മാധവ ഹരേ ഗോവിന്ദ ശിവരാമ വിഷ്ണു സർവൈക പരിപാലന പരായണ നിന്തിരുവടി ഒഴിഞ്ഞില്ലൊരു ശരണമെന്ന് അന്തരാ നമസ്കാര സ്തോത്രങ്ങൾ ചെയ്യും നേരോ തന്തിരുവടി മുതിർന്ന് ആമയായി അവതരിച്ചു.